പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. സൗദിയിൽ ഫാമിലി വിസിറ്റ് വിസ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് എന്ന് നോക്കാം. വിസ അംഗീകാര നടപടിക്രമങ്ങൾ ലളിതമാക്കൽ, അപേക്ഷകളെ ഇലക്ട്രോണിക് ട്രാക്കിംഗ്, മെച്ചപ്പെട്ട പേയ്മെന്റ് സംവിധാനം, നൂതന ഇലക്ട്രോണിക് അവലോകന സംവിധാനം ഉപയോഗിച്ചുള്ള അപേക്ഷാ പരിശോധന, സന്ദർശന കാലയളവിലുടനീളം പ്രവാസിയുടെ ഇഖാമയുടെയും സന്ദർശകന്റെ പാസ്പോർട്ടിന്റെയും സാധുത ഉറപ്പുവരുത്തൽ, ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി എല്ലാ ഡാറ്റയും കൃത്യമായി നൽകാനും രേഖകൾ അപ്ലോഡ് ചെയ്യുവാനുള്ള സംവിധാനം എന്നിവയാണ് വിസ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പുതിയ പരിഷ്കാരങ്ങൾ. മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവരെ റിക്രൂട്ട് ചെയ്യാൻ സൗദി പൗരന്മാർക്കും രാജ്യത്ത് നിയമാനുസൃതം കഴിയുന്ന പ്രവാസികൾക്കും ഫാമിലി വിസിറ്റ് വിസ ലഭിക്കും. സൗദി ഫാമിലി വിസിറ്റ് വിസ അപേക്ഷിക്കുന്നവർ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ് നോക്കാം. ബന്ധുവിന്റെ സന്ദർശന കാലയളവിലുടനീളം പ്രവാസിയുടെ ഇക്കാമയ്ക്ക് സാധുതയുണ്ടായിരിക്കുക. സന്ദർശകന്റെ പാസ്പോർട്ട് സൗദിയിലേക്കുള്ള പ്രവേശനത്തിന്റെയും രാജ്യത്ത് നിന്ന് പുറത്തു കടക്കലിന്റെയും മുഴുവൻ കാലയളവിലും സാധുത ഉണ്ടായിരിക്കണം. ഇലക്ട്രോണിക് ഫോമിൽ കൃത്യവും ശരിയായതുമായ വിവരങ്ങൾ നൽകണം. രക്ഷിതാവിന്റെ ഒപ്പം അല്ലെങ്കിൽ സന്ദർശകന് കുറഞ്ഞത് 18 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കണം. സാധുവായ ആരോഗ്യ ഇൻഷുറൻസ്, സാലറി സർട്ടിഫിക്കറ്റ് പോലെ സന്ദർശകന്റെ താമസ ഗതാഗത ചെലവുകൾ വഹിക്കാൻ മതിയായ സാമ്പത്തിക സ്രോതസ്സുകളുടെ തെളിവ്, സന്ദർശന വേളയിൽ സൗദി നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണമായി പാലിക്കൽ എന്നിവ ഫാമിലി വിസിറ്റ് വിസക്കുള്ള വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. സൗദിയിലെ പ്രവാസികൾ ഫാമിലി വിസിറ്റ് വിസക്ക് പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വിദേശ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് വിസ സേവന പ്ലാറ്റ്ഫോമിൽ പ്രവേശനത്തിന് ശേഷം സ്വദേശികളുടെയും വിദേശികളുടെയും സേവനം തിരഞ്ഞെടുക്കുക. പിന്നീട് വിദേശികൾക്കുള്ള കുടുംബ സന്ദർശന അപേക്ഷ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇലക്ട്രോണിക് ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകിയതിനു ശേഷം രേഖകൾ അപ്ലോഡ് ചെയ്യുക. ഫോമിൽ തൊഴിലുടമ അഥവാ സ്പോൺസർ ഒപ്പുവെക്കുകയും ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്ന് ഇലക്ട്രോണിക് അറ്റസ്റ്റേഷനും ശേഷം വിസ ഫീസ് ഉടനടി തന്നെ പ്ലാറ്റ്ഫോം വഴി ഇലക്ട്രോണിക്കായി അടക്കുകയും ചെയ്യണം. അംഗീകൃത വിസ രേഖയായി മാറുന്നതുവരെ അപേക്ഷയുടെ സ്റ്റാറ്റസ് തുടർച്ചയായി നിരീക്ഷിക്കണം. യാത്രക്കുള്ള ടിക്കറ്റ് ബുക്കിങ്ങിന് വിസ നമ്പർ സന്ദർശകന് അയച്ചു നൽകുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വിസ നേടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ അപേക്ഷ നമ്പർ നൽകി കൺഫേം ക്ലിക്ക് ചെയ്താൽ സൗദി വിസ പ്ലാറ്റ്ഫോമിലൂടെ നിമിഷങ്ങൾക്കുള്ളിൽ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും.